ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാംസ് അക്കാഡമി. സെറ്റ് പേപ്പർ 2 കൊമേഴ്സ് പേപ്പറിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൊഡ്യൂൾ 2-ലെ ഓർഗനൈസിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനും ആൻസേഴ്സ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊമേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്യുക. ലൈൻ ഓർഗനൈസേഷൻ ഇസ് ഓൾസോ കോൾഡ്. ലൈൻ ഓർഗനൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അടുത്ത് പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ല. മിലിറ്ററി ഓർഗനൈസേഷൻ അല്ലേ, മിലിറ്ററിയിലാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, ഏതാണ്? മിലിറ്ററി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഉണ്ട് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചപ്പം ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്ത്? സ്പെഷ്യലൈസേഷൻ. അതായത് ആ ഒരു പർട്ടിക്കുലർ ഓരോ ഫംഗ്ഷനിലും ഫങ്ഷണൽ ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആളുകൾക്ക് ആ ഒരു ഏരിയയിൽ വളരെ കോമ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഫങ്ഷണൽ ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ ആ ഇങ്ങനെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ദ മെട്രിക് സ്ട്രക്ചർ. മെട്രിക് സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മെനി ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെട്രിക്സിലുണ്ട്. കാരണം ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് അല്ലേ, ഫങ്ഷണൽ പ്രോജക്റ്റ് മാനേജേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും എന്തുണ്ട്? ഇതിനകത്ത് മെനി ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് യൂസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ അതുണ്ട് അല്ലേ, ഇതിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ്. സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസിന് യൂസ് ഉണ്ട്. ദെൻ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആണ്. കാരണം പ്രൊജക്ട് മാനേജേഴ്സ് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ദെൻ ആ ബി എന്ന് നോക്കിയേ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ശരിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് മെട്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ദെൻ അടുത്തത്, അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബോത്ത് ഫങ്ഷണൽ ആൻഡ് പ്രൊജക്ട് മാനേജേഴ്സ് എക്സൈസ് അതോറിറ്റി ഓവർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി. ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിൽ രണ്ടുപേരും ഫങ്ഷണൽ ആൻഡ് പ്രൊജക്ട് മാനേജേഴ്സ് അതോറിറ്റി എക്സൈസ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറിൻ്റെ അകത്താണ്? മെട്രിക് സ്ട്രക്ചറിനകത്താണ്. അത് ഓർത്ത് വെക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ്? അലോസ് ഫോർ റാപ്പിഡ് ഡിസിഷൻ മേക്കിംഗ്, അക്കൗണ്ടബിലിറ്റി ഫോഴ്സ് ടു ദ ടോപ്പ്, മിനിമൈസ് നീഡ് ഫോർ എലാബറേറ്റ് കൺട്രോൾ സിസ്റ്റം, മാക്സിമൈസ് കരിയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാക്സിമൈസ് കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷനും മനസ്സിലായില്ലെങ്കിലും കൃത്യമായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ഫീച്ചറായിട്ട് ഒരിക്കലും ഇത് വരത്തില്ല. അതായത് മാക്സിമൈസ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇല്ല. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയും, മാച്ച് ദ ഫോളോയിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വൈൽ ഇംപ്ലിമെൻറ്റിംഗ്. അതായത് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഓർഗനൈസ് സ്ട്രക്ചറും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫങ്ഷണലാണ്. ദെൻ ഡീസെൻട്രലൈസേഷൻ, മെട്രിക്സ്, ടീം. അപ്പോൾ ഫങ്ഷണലിൻ്റെ ഏതായിരിക്കും വരുന്നത്? നമുക്കറിയാം ഫങ്ഷണലുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒന്നാണ് സ്പെഷ്യലൈസേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് പറഞ്ഞോളൂ, യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഏതാണ്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. ദെൻ അടുത്തത് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ആണ് ഡിസ്പേഴ്സൺ ഓഫ് ഡിസിഷൻ അല്ലെങ്കിൽ സ്കേർട്ടഡ് ഡിസിഷൻ ടു ലോവർ ലെവൽ. ഇതാണ് അല്ലേ. അപ്പോൾ യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ട്രാൻസ്ഫർ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. അതായത് താഴേക്ക് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിംഗ് പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്തത് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഏതാണ് വരുന്നത്? നമുക്കറിയാം മെട്രിക്സിനകത്ത് ഫങ്ഷണലും ഉണ്ട്, അതേ സമയത്ത് പ്രൊജക്ട് മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്യുവൽ ചെയിൻ ഓഫ് കമാൻഡ് വരും. അതാണ് അതിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്. ദെൻ ടീം ആണെങ്കിലോ, ടീം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടാസ്ക് ഒരു ഫിനിറ്റ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്, ഒരു ഗ്രൂപ്പിനെയാണ് ടീം ഓർഗനൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സ്പെഷ്യൽ ടാസ്ക് വിത്ത് ഫിനിറ്റ് ഓർ കംപ്ലീഷൻ ടൈമാണ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ദ റിസൾട്ടന്റ് ഓർഗനൈസ് സ്ട്രക്ചർ വെൻ എ ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ഡിവിഷണൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഇസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ എ ഹൈറാർക്കിക്കൽ ഫംഗ്ഷൻ സ്ട്രക്ചർ. ഇതാണ്. അതായത് രണ്ടും കൂടെ ഇപ്പം ഓർഗനൈസ് സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു ഹൊറിസോണ്ടൽ സെറ്റ് ഓഫ് ഡിവിഷണൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു ഹൈറാർക്കിക്കൽ ഫംഗ്ഷൻ സ്ട്രക്ചറും ഉണ്ട്. അതായത് ഒരു ഗ്രിഡ് ഫോമിൽ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഫോമിലേക്ക് ഫോം ചെയ്യുന്നതിനെ പറയുന്ന ഏതാണ്? മെട്രിക് സ്ട്രക്ചറാണ്. കാരണം ഇതിനകത്ത് രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയാണ്? ഫംഗ്ഷനിലും ഉണ്ട്, പ്രൊജക്ട് മാനേജേഴ്സും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ദ അതോറിറ്റി ലൈസ് ഇൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ അതോറിറ്റി എവിടെയാണ്? അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്.
ലൈൻ ആൻഡ് സ്റ്റാഫിൻ്റെ അകത്ത് അതോറിറ്റി ആർക്കാണ്? ലൈനിനാണ്. സ്റ്റാഫ് അഡ്വൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യണം വേണ്ടോ തീരുമാനിക്കാനുള്ള റൈറ്റ് പോലും ആർക്കുണ്ട്? ലൈനുണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിട്ട് ലൈൻ ആൻഡ് സ്റ്റാഫിനെയാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ കിടക്കുന്നത്. പക്ഷേ ചിലയിടത്ത് ലൈൻ എന്നും കാണാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് രണ്ടും ഓർത്ത് വെക്കുക. ലൈൻ ആൻഡ് സ്റ്റാഫാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് ഹൊറിസോണ്ടൽ കോംപ്ലക്സിറ്റി. ഹൊറിസോണ്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം കൂടുതലായിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ ഒരുപാട് യൂണിറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റിയാണ് ഹൊറിസോണ്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം ആ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് നമുക്കറിയാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കോംപ്ലക്സിറ്റി ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ഹൊറിസോണ്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദെൻ അതേ സമയത്ത് വെർട്ടിക്കൽ കോംപ്ലക്സിറ്റി ഉണ്ട്. വെർട്ടിക്കൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് കമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് വെർട്ടിക്കൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സ്പേഷ്യൽ കോംപ്ലക്സിറ്റി ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അപ്പോൾ അതിന് സ്പേഷ്യൽ കോംപ്ലക്സിറ്റി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ കോംപ്ലക്സിറ്റി ആണ്. അതായത് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ഏതായിരിക്കും? ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ്. അതായത് ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഓർഗനൈസേഷണൽ യൂണിറ്റ്, ഓരോ ഓർഗനൈസേഷൻ യൂണിറ്റുകൾ തമ്മിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് ഓർഗനൈസേഷൻ യൂണിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്ത് കൂടും? ഈ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് അമംഗ് ദ ഫോളോയിങ് കനോട്ട് ബി ഡെലിഗേറ്റഡ്? ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അല്ലേ. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാം, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷേ അക്കൗണ്ടബിലിറ്റി ഒരിക്കലും എന്ത് ചെയ്തില്ല? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒന്നല്ല. ദെൻ നെക്സ്റ്റ് വൺ, ഡെലിഗേഷൻ റിഫേഴ്സ് ടു. ഫസ്റ്റ് ഒന്ന് നോക്കിയേ, അസൈൻമെൻറ്റ് ഓഫ് വർക്ക് ടു സബോർഡിനേറ്റ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമുക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദെൻ തേർഡ് വൺ നോക്കിയേ, ഡിസ്പേഴ്സൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ലോവർ ലെവൽ. അത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുക. ഏതാണ്? ഡീസെൻട്രലൈസേഷൻ ആണ്. അതായത് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പവർ താഴേക്ക് സ്കേറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് എന്ത് പറയും? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. അടുത്ത ഗിവിംഗ് റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് അസൈനിങ് അതോറിറ്റി. അതോറിറ്റി കൂടാതെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഡെലിഗേഷൻ ഏതാണ്? ഷെയറിംഗ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു സബോർഡിനേറ്റ്. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെലിഗേഷൻ എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫ്രം ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഓർഗനൈസിംഗ് പിക്ക് ഔട്ട് ദ കറക്റ്റ് സീക്വൻസ്. നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് പഠിച്ചതാണ്. എന്ത് ചെയ്യും? ആദ്യം എന്താണെന്നു ആക്ടിവിറ്റീസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്താണ് അടുത്ത എന്തായിരുന്നു? എന്നിട്ട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് എക്സിക്യൂട്ടീവ്സിന് ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്ത ആക്ടിവിറ്റി പെർഫോം ചെയ്യാനുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അവസാനം ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇച്ചിരി നീട്ടിയൊക്കെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഏതാണ്? എന്യൂമറേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസിനെ എന്യൂമറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഗ്രൂപ്പ് ചെയ്യുന്നു. ദെൻ അടുത്തെന്താണ്? അസൈൻമെൻറ്റ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് എക്സിക്യൂട്ടീവ്സിന് അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് പ്ലേസിംഗ് റെസ്പോൺസിബിലിറ്റി. ലാസ്റ്റ് വൺ, മേക്കിംഗ് പ്രൊവിഷൻ ഫോർ എഫക്റ്റീവ് കോർഡിനേഷൻ. ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റൻ ആണ്. മാനേജർ ഡെലിഗേറ്റ്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. റീസണിങ് മാനേജർ വാണ്ട് ടു ഷിങ്ക് ഹിസ് റെസ്പോൺസിബിലിറ്റി. മാനേജർക്ക് തീർച്ചയായിട്ടും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷേ അത് ഷ്രിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും അദ്ദേഹത്തിന് ഷ്രിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ, നമുക്കറിയാം ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ക്ലാസ് ടീച്ചറിനായിരിക്കും. അപ്പോൾ ക്ലാസ് ടീച്ചർ അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ ഏൽപ്പിച്ചു. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതോറിറ്റിയും ടീച്ചർ എന്ത് ചെയ്തു? ആ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിന് ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പം ചോദ്യം വരുന്ന ആരോടായിരിക്കും? ടീച്ചറിനോടാണോ ആ സ്റ്റുഡൻറ്റിനോടാണോ? അസൈൻമെൻറ്റ് വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ടീച്ചറിനോടാണ്. കാരണം ടീച്ചർ അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരിൽ തന്നെയാണ്? ടീച്ചറിൽ തന്നെയാണ്. അതൊരിക്കലും ഷ്രിങ്ക് ചെയ്യാനായിട്ട് ടീച്ചറിന് പറ്റത്തില്ല. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, പക്ഷേ റീസണിങ് എന്ന് പറയുന്നത് റോങ് ആണ്. നെക്സ്റ്റ് വൺ, ഡീസെൻട്രലൈസേഷൻ ഓഫ് ഹയർ ഓർഡർ റിസൾട്ട്സ് ഇൻ. ഡീസെൻട്രലൈസേഷൻ ഇങ്ങനെ കൂടി വരുമ്പം അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഡീസെൻട്രലൈസേഷൻ കൂടുന്നതനുസരിച്ച് ഡിലേ വരും അല്ലേ, ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് ഡിലേ വരും, താമസം വരും. പക്ഷേ ഇതിനുള്ള കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് 2 കാരണം പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസിഷൻ ലെവൽസും ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിലേ വരും, നമുക്കറിയാം. ഡിലേ വരാനുള്ള കാരണം എന്താണ്? മൾട്ടിപ്പിൾ ഡിസിഷൻ ലെവൽസ് ആണ്. ഒരുപാട് തലങ്ങൾ ലോവർ ലെവലിലേക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോവർ ലെവലിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വൈഡായി പോകുന്നതോറും ഒരുപാട് ഡിസിഷൻ ലെവൽസ് ഉണ്ടാകുന്നു, അതുവഴി ഡിലേ ഉണ്ടാകുന്നു. അപ്പം ഡീസെൻട്രലൈസേഷൻ്റെ അല്ലെങ്കിൽ അതിങ്ങനെ കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്? മൾട്ടിപ്പിൾ ഡിസിഷൻ ലെവലാണ്. നെക്സ്റ്റ് വൺ,
State whether the following statements are true or false. One can delegate authority but not responsibility. Decentralization is systematic and consistent reservation of authority at central point within the organization. First one ട്രൂ ആണ്. കാരണം നമുക്കറിയാം അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പോലും പൂർണ്ണമായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതായത് അബ്സല്യൂട്ട് മീനിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരിൽ തന്നെയാണ്? മാനേജറിൽ തന്നെയാണ്. ദെൻ രണ്ടാമത് ഡീസെൻട്രലൈസേഷൻ നമ്മൾ പഠിക്കുമ്പോഴേ പഠിച്ചാണ് അത് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് സെൻട്രൽ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ല ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ തന്നെ അത് തെറ്റാണെന്ന് വളരെ ക്ലിയർ ആണ്. 1 is true and 2 is false. ദെൻ സ്റ്റേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇത് വളരെ ക്ലിയർ ആണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടും ഒരേ മീനിങ് കിട്ടുന്നതാണ്. അതായത് ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. സൂപ്പർവിഷൻ ഈസ് ഗൈഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് എഫേർട്ട് ഓഫ് എംപ്ലോയീസ് ആൻഡ് അതർ റിസോഴ്സസ് ടു അക്കംപ്ലിഷ് ദ സ്റ്റേറ്റ് ഓഫ് വർക്ക് ഔട്ട്പുട്ട് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് എംപ്ലോയീസിനെ അതിൻ്റെ റിസോഴ്സിനെയും ഡയറക്റ്റ് അതിനെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് സൂപ്പർവിഷൻ. കറക്റ്റാണ്. 1 and 2 are true. നെക്സ്റ്റ് വൺ, ദ സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു. സ്പാൻ ഓഫ് കൺട്രോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു എ ഗിവൺ മാനേജർ ഓർ എ സൂപ്പർവൈസർ എന്നുള്ളതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ വിൽ നോട്ട് ഡയറക്ട്ലി അഫക്റ്റ് സ്പാൻ ഓഫ് കൺട്രോൾ ഓഫ് മാനേജർ. മാനേജറുടെ സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഏതാണ്? ഒന്ന് നോക്കി, ഫിസിക്കൽ പ്രോക്സിമിറ്റി ഓഫ് സബോർഡിനേറ്റ്സ്. അത് നമുക്കറിയാം. അത്രമാത്രം ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട് അല്ലെങ്കിൽ അടുത്താണ്, അതിനനുസരിച്ച് സ്പാൻ ഓഫ് കൺട്രോളിൽ വ്യത്യാസം വരും. കോംപ്ലക്സിറ്റി, ജോബിൻ്റെ കോംപ്ലക്സിറ്റി എന്നുള്ളത് സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ അവൈലബിൾ ടു ടെക്നോളജി ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് സബോർഡിനേറ്റ്സ്. പിന്നെ ഇപ്പോൾ അകലെയാണെങ്കിലും നമുക്ക് അതിനുള്ള ടെക്നോളജി അവൈലബിൾ ആണോ? അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ സ്പാൻ ഓഫ് കൺട്രോളിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അതായത് ഒരാളെ സംബന്ധിച്ചോളം എത്ര പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ സ്പാൻ ഓഫ് കൺട്രോളിന് അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണിത്. പക്ഷേ അടുത്ത് നോക്കി, റെമ്യൂണറേഷൻ ഗിവൺ ടു മാനേജർ. അതൊരിക്കലും സ്പാൻ ഓഫ് കൺട്രോളിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പം സ്പാൻ ഓഫ് കൺട്രോൾ അനുസരിച്ച് റെമ്യൂണറേഷനൊക്കെ കൊടുത്തിരിക്കാം, പക്ഷേ ഒരിക്കലും അത് ആ സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ആയിട്ട് വരുന്നതല്ല. ദെൻ അടുത്തത്, ദ മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് സ്പാൻ ഓഫ് കൺട്രോൾ വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ. ഒരു സ്പാൻ ഓഫ് കൺട്രോളിന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ആ ഒരു ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? VA ഗ്രാക്നസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത്രയുമാണ് നമ്മൾ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്നും കാണുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ഇതുപോലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഏരിയയിൽ നിന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന പോർഷൻ. അതായത് നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.